So yes, ladies and gentlemen, ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് ഗൈസ്. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണ പെട്ടി. ഇതിനുള്ളിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? തമ്മിനയിൽ ദാനം കാണിച്ചിട്ട് ഗസ് ചെയ്യാൻ പറഞ്ഞ ആദ്യത്തെ യൂട്യൂബർ ഞാനായിരിക്കും. സോ ഗൈസ്, നേരം കളയണ്ട, നമുക്ക് ഇതിനുള്ളിലുള്ള ഐറ്റം എന്താണ്, എത്ര ജെനുവിൻ ആണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ യെസ്, ഒബ്വിയസ്ലി ഇതാണ് നമ്മുടെ പെട്ടി, ഇതാണ് എൻ്റെ അഡ്രസ്സ്. നോക്കി വെച്ചിട്ട് അതൊരു കാര്യമില്ല, ഇത് എവിടെ നിന്ന് പൊട്ടിക്കും. ഷിപ്പ് റോക്കറ്റ് വഴിയാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്. വളരെ ഫാസ്റ്റ് തന്നെ ആയിരുന്നു. ആൻഡ് ഡെലിവറി ആൾക്കാരും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ സ്ഥിരം ഡെലിവറി ചെയ്തതാണെന്നുകൊണ്ട് നമുക്ക് അഡ്രസ്സ് അറിയാൻ വേണ്ടി എന്തോട്ട് പറക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഓ, ബ്ലാക്ക് വീണ്ടും സ്റ്റക്ക്. ആ, കൊണ്ടൊക്കെ ഇവിടെ കളയാം പ്ലാസ്റ്റിക്. ഒരു നോർമൽ കാർഡ്ബോർഡ് പെട്ടിയാണ് ഗൈസ്. ഇനിയാണ് സർപ്രൈസ്. ഒരു ഫാൻസി കത്രിക വാങ്ങിക്കേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, നോക്കാം എന്തായിരിക്കും. യെസ്, ഡിയോർ. ഇതാണ് നമ്മുടെ ഐറ്റം, ഡിയോറിൻ്റെ എന്താണ് പെട്ടി, അതോടുകൂടി ഫിറ്റായ എൻ്റെ പെട്ടിയുടെ ബാക്കി ഭാഗം കൂടി ഇരിക്കുന്നുണ്ട്. ശരിക്കുള്ള അൺബോക്സിങ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഗൈസ്, ഓക്കെ, ഡിയോറിൻ്റെ പെട്ടി തുറക്കുന്നു. ഡിയോറിൻ്റെ വേറെ പെട്ടി ചമർച്ചാണ് അമ്മ പാക്കറ്റ് വെച്ചിരിക്കുന്നത്. നശിപ്പിച്ച്, സോറി, ടേക്ക് ടു. ഡിയോറിൻ്റെ പെട്ടി തുറക്കുമ്പോൾ വേറെ ഡിയോറിൻ്റെ പെട്ടി. യെസ്, സോ ഗൈസ്, യു ഗെസ്ഡ് ഇറ്റ് റൈറ്റ്. ഇതാണ് ഡിയോറിൻ്റെ സൺഗ്ലാസസ്. അയ്യോ, അതിനുള്ളിൽ വേറെ കവറുണ്ട്. ഞാനത് പ്രതീക്ഷയില്ല. നമുക്കൊരു ടേക്ക് 3 കൂടി എടുക്കാം. വേണ്ടാത്ത കുറേ പ്ലാസ്റ്റിക് കവറിൽ കയറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, ടേക്ക് 4. ഗവൺമെൻറ് ഗൈസ്, ഡിയോറിൻ്റെ പെട്ടി തുറക്കുമ്പോൾ ഈ ഒരു സൺഗ്ലാസ് ഒരു ഫാൻസി ആയിട്ടാണ്. ഗോൾഡൻ ട്രിംസാണ് ഇതിനുള്ളത്. ആൻഡ് ഒരു തരം നല്ല കണ്ണടായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാനിത് വാങ്ങിക്കാനുള്ള കാരണം ഇതിൻ്റെ ഫ്രെയിമാണ്. ഒരു വെറൈറ്റി ഫ്രെയിമാണ്. ഷാറുഖ് ഖാൻ ഇടുന്ന ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ സോറി ഗൈസ്, ചുമ വന്ന് പിടിച്ചിട്ടുണ്ട്. നിപ്പ ആവാതെ ഇരുന്നാൽ മതി. സോ ഗൈസ്, ഷാറുഖ് ഖാൻ ഇട്ട് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് ഒരു ഇത്, പിന്നെ ഒരു വെറൈറ്റി ഡിസൈൻ. കൊള്ളാം. സോ യെസ് ഗൈസ്, ഡിയോറിൻ്റെ ഈ കണ്ണട എങ്ങനെ ഇരിക്കണമെന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. അവിടെ ഫിറ്റ്, എനിക്ക് കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. ലൈക്ക് എൻ്റെ മുഖത്തിന് എന്താ പറയുക, ലാർജ് സൈസ് എന്നൊക്കെ പറയാൻ പറ്റും. സോ ഇറ്റ് ഫിറ്റ്സ് പെർഫെക്റ്റ്ലി ഓൺ മൈ ഫേസ്. കാണാനും കൊള്ളാം. ആൻഡ് രാവിലെ വെയിലത്തിട്ട് നോക്കണം ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് എ സൺഗ്ലാസ്, നോട്ട് ലൈക്ക് സൺഗ്ലാസ്, പക്ക സൺഗ്ലാസ് തന്നെയാണ്. ഇവിടെ ഡിയോർന്ന് എഴുതിയിട്ടുണ്ട്. ഈ വടിമലും എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ സീരിയൽ നമ്പർ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഡിയോർ മെയ്ഡ് ഇൻ ഇറ്റലി CE. ഗ്ലാസ് മുതലും ഡിയോർന്ന് എഴുതിയിട്ടുണ്ട്. എവിടെയൊക്കെ എഴുതാൻ പറ്റി അവിടെയൊക്കെ കയറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അതേ മൂക്ക് വെക്കണ ഈ സാധനം ഉണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യണ ഈ ഒരു സാധനം, അതുമൂലം എഴുതിയിട്ടുണ്ട് ഡിയോർന്ന്. കൊള്ളാം. ഒരു തരം ലൈറ്റ് ഗോൾഡൻ ഫിനിഷ്, പക്ക ഗോൾഡ് അല്ല, ഒരു തരം എന്താ പറയുക, മങ്ങിയ ഗോൾഡ് എന്നൊക്കെ പറയാം. കൊള്ളാം, കാണുമ്പോൾ അറിയാം ചീപ്പ് ക്വാളിറ്റിയാണെന്ന്. പക്ഷേ എന്തായിരുന്നാലും മതി, ഇതൊക്കെ ധാരാളം. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മതിയെന്ന്. ഹായ് മിസ് ഡിസൂസ, ഹൗ ആർ യു? യെസ്, ഹായ്. യെസ്, കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, എവിടെ നിന്ന് വാങ്ങിച്ചു, എത്ര വിലയായി, ജെനുവിനാണോ, എല്ലാത്തിനുള്ള ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു ഒറ്റ
സിംഗിൾ വേർഡ് ആൻസറാണ്. 1100 രൂപ. ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അതിൽ നിന്ന് പൊക്കിയതാണ്, ഒറിജിനൽ ഒന്നുമല്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഷാറുഖ് ഖാൻ്റെ ഒരു ഫോട്ടോയിൽ ഇതിട്ട് കണ്ടു. ഫോട്ടോയിൽ കണ്ടത് നല്ല പക്ക ഗോൾഡൻ ഫ്രെയിം ആയിരുന്നു. ഇത് പക്ക ഗോൾഡൻ ഫ്രെയിം അല്ല, ചെറിയ ഒരു മങ്ങലുണ്ട്. ആൻഡ് മോറോവർ ഇതിങ്ങനെ വെൽഡ് ചെയ്തതാണോ ഒട്ടിച്ച് വെച്ചതാണോ ആ ഒരു ചെറിയ ഭാഗങ്ങൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫിനിഷിങ് ഇതിനില്ല. സോ 1100 രൂപയ്ക്ക് ഉള്ളതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐ ഡോണ്ട് നോ, ഇറ്റ്സ് അപ് ടു യു. ആ കാശിനുള്ള വില നിങ്ങൾ എത്രത്തോളം കൽപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും. ബട്ട് ഐ വോണ്ടഡ് ടു ട്രൈ ദിസ്. അവയിൽ വേറെ ഇനിയും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. സൺഗ്ലാസസ് മാത്രമല്ല, വാച്ചുകളുണ്ട്, പിന്നെ പ്രീമിയം ബ്രാൻഡ് ടീഷർട്ട്, ട്രൗസർ, പാൻറ്റ്, ചഡ്ഡി, ഷൂസ്, ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് സാധനം ആർക്കുമല്ലോ. അതാണ് ഇവരുടെ മെയിൻ ട്രേഡിങ്. ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് എനിക്കറിയാൻ മേല. കാരണം ഇല്ലീഗലായിരുന്നെങ്കിൽ അവർ ചെയ്യില്ലായിരുന്നല്ലോ. സോ ഇതിൻ്റെ കോപ്പി കാറ്റ്സൊക്കെ വേൾഡ് വൈഡ് അവൈലബിൾ തന്നെയാണ്. ഏത് മാർക്കറ്റിൽ പോയാൽ പോലും കിട്ടും. സോ എൻ്റെ നാട്ടിലില്ല. സോ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ സാധനം ഞാൻ പൊക്കി, ഇഷ്ടപ്പെട്ടു. ആൻഡ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്ക് ഫ്രെയിം മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് സൺഗ്ലാസസിനോട് അത്ര വലിയ താല്പര്യമില്ല. എൻ്റെ നാട്ടിൽ ഇവയൊക്കെ സാധനങ്ങൾ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും ചെറുക്കന് ഭയങ്കര അഹങ്കാരമാണോ എന്നുള്ളത്. സോ പുറത്ത് അങ്ങനെ ഇട്ട് നടക്കുന്ന ശീലവുമില്ല. സോ ഐ വിൽ ബി നോക്കിംഗ് ഡൗൺ ദീസ് ഗ്ലാസസ് ആൻഡ് പുട്ടിങ് ലൈക്ക് ഫോട്ടോക്രോം ഗ്ലാസസ് ഓർ ബ്ലൂ കട്ട് ലെൻസസ് എന്തെങ്കിലും ഇട്ടിട്ട് കണ്ണിന് കുറച്ച് സൗകര്യമുള്ള ഗ്ലാസസ് കയറ്റിയിടാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇനി അതിന് 1200 രൂപ ചാർജാണ് എനിക്ക് കിട്ടിയ കൊട്ടേഷൻ. ഈ ഫ്രെയിമൊന്നും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർ പറഞ്ഞില്ല. അത് ഇനി കൊടുത്തു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ ഇറക്കിത്തരാം. ബട്ട് എനിവേ ഗ്ലാസസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രെയിം ഇസ് ഓൾസോ ഫൈൻ. ആൻഡ് ഇത്തിരി ഹാർഡുണ്ട്. കാരണം നോർമൽ ഗ്ലാസസ് ആണെങ്കിൽ ചെറിയൊരു ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ വൈഡനാവും. സോ ഇത് പക്ക ഇവിടെ നിന്നു. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടും. സോ ദാറ്റ് ഈസ് വൺ വേ യു ഫൈൻഡ് വെദർ ദ പ്രോഡക്റ്റ് ഈസ് ജെനുവിൻ ഓർ നോട്ട്. സാധനം അത്ര ഹെവി ഒന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും കൊള്ളാം. നമുക്കിതൊക്കെ ധാരാളം. അപ്പോൾ ഗൈസ്, catch you guys in next movie review. Until then, bye from me and Dior.